മക്കത്തെ കയബക്ക് തീപിടിച്ചാലും ഐസ്ക്രീം കച്ചവടത്തിന്റെ ഷട്ടർ താത്തൂല എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിമാർ ഈ പാർട്ടിയെ നയിക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ കാഫിറാക്കാൻ, ഫത്വ പുറപ്പെടുവിക്കാൻ ഒരു മൊല്ലാക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഷഹാദത്ത് കലിമയ്ക്കല്ല കുഴപ്പം, അത് അനധികൃതമായും അവിഹിതമായും അസുരവിത്തായും ഉപയോഗിച്ച ഇസ്ലാമിക ഭീകരവാദികൾക്കാണ്. അങ്ങനെയല്ലേ? ഒരുത്തൻ ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറിയ കള്ളവണ്ടി എന്നല്ലേ പറയാ? ഈ അരപ്പൻ എന്തെങ്കിലും കുറ്റമുണ്ടോ? കള്ളവണ്ടി എന്നല്ലേ പറയാ? കേറിയത് ശിവനെ കാക്കാൻ അബ്ദുറഹിമാൻ ആയുധമെടുക്കണം എന്ന CPI, ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന RSS. ഗണിഞ്ഞില്ലേ നമ്മള്? ഇസ്ലാമിക മതഭീകരവാദി മുസ്ലിം മതവിശ്വാസിയല്ല, ഹിന്ദു തീവ്രവാദി ഹിന്ദു മതവിശ്വാസിയേ അല്ല. മതത്തിന് ഭീകരതയില്ല, ഭീകരതയ്ക്ക് മതവും. രണ്ടാമത്തെ കാര്യം എന്താ? മതതീവ്രവാദം മനുഷ്യനെതിരാണ്. അതാണ് മതഭീകരവാദം. കാശ്മീരിൽ കണ്ടത്, നമ്മുടെ രാജ്യത്ത് പലയിടത്തും പൊട്ടിമുളയ്ക്കുന്നത്, വടവൃക്ഷമാകുന്നത്. വിശദീകരിക്കുന്നില്ല ഞാൻ. മതഭീകരവാദം, വർഗീയത മനുഷ്യനെതിരാണ്. അരവിന്ദാക്ഷ നിനക്ക് അരി കിട്ടാത്തത് അബ്ദുറഹിമാൻ എന്ന മുസൽമാൻ ഉള്ളത് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നു RSS അവന്റെ ശാഖയിൽ. അപ്പൊ SDPI എന്താ പഠിപ്പിക്കുന്നത്? മുസ്തഫ നിനക്ക് മുണ്ടു തികയാത്തത് മുകുന്ദന്മാർ ഉള്ളത് കൊണ്ടാണ് ബന്റെ വക. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അരവിന്ദാക്ഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് RSS, അബ്ദുറഹിമാൻ എന്ന മുസൽമാൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പുറത്ത് തിരിച്ചും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്, ആരാണ് ഉത്തരവാദി, എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അവർ അവസരം കൊടുക്കുന്നേയില്ല. കല്യാണിയും ഖദീജയും കത്രീനയും രാമനും റഹീമും ഔസേപ്പും ഒരുമിച്ച് നിന്ന് അരി എവിടെ, തുണി എവിടെ, പണി എവിടെ, മരുന്നെവിടെ എന്ന് ചോദിക്കാൻ ഇവർ അവസരം നൽകില്ല. മതത്തിന്റെ മതിലുകളാൽ മനുഷ്യത്വത്തെ വേർതിരിക്കുന്നു. വർഗീയതയുടെ വേലിക്കെട്ടുകളാൽ മാനവികതയെ അവർ പൂർണ്ണമായും മരണത്തിന് വിധേയമാക്കുന്നു. ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, മതതീവ്രവാദവും വർഗീയതയും ഭീകരവാദവും ദൈവത്തിനെതിരാണ് എന്ന് നാം കാണണം. ഇത് പറയുമ്പോൾ ലേശം കടുപ്പാന്ന് തോന്നും. മതതീവ്രവാദം, വർഗീയത ദൈവത്തിനെതിരാണോ? അതെ, അടിമുടി. ലോകത്തിലെ എല്ലാ മതങ്ങളും പറയുന്നത് ദൈവമാണ് വലിയവൻ എന്നാണ്. എന്നാൽ ലോകത്തിലെ എല്ലാ മതഭീകരവാദികളും പിശുക്കില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ദൈവം അപകടത്തിലാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അഭ്യാസപടുക്കളും അരോഗ ദൃഢഗാത്രരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങളുടെ കരാട്ടെ ക്ലാസ്സിൽ ചേർന്നോളൂ, ഞങ്ങളുടെ ശാഖയിൽ വന്നോളൂ എന്നാണ്. പടച്ചവനാണ് വലിയവൻ എന്നാണ് ഇസ്ലാം, ദൈവമാണ് പരമപ്രധാനി എന്നാണ് ഹിന്ദു മതം, കർത്താവാണ് കരുത്തൻ എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം. പക്ഷെ ഇവര് പറയണത് അങ്ങനെയല്ല എന്നാ. നിങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടില്ല? നിങ്ങളിപ്പം അല്ലാഹു അക്ബർ, എന്താ അതിന്റെ അർത്ഥം? പടച്ചവനാണ് പരമപ്രധാനി എന്ന. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും മതവിശ്വാസികളും അങ്ങനെയാണ് ഉറക്കെ പറയുന്നത്, അല്ലാഹു അക്ബർ. കുഞ്ഞാലിക്കുട്ടി അക്ബർ എന്നാണ് ബാങ്ക് ഉണ്ടോ? ഇല്ല. കുഞ്ഞാലിക്കുട്ടി മുടുക്കനല്ലേ? കോഴിക്കോട് റജീനോട് ചോദിച്ചു നോക്കി, മൂപ്പരെ മുടുക്ക്. ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല. പോട്ടെ, എളമരം കരീം അക്ബർ എന്നൊരു ബാങ്ക് ഉണ്ടോ? പാലോളി മുഹമ്മദ് കുട്ടി അക്ബർ എന്നൊരു ബാങ്ക് ഉണ്ടോ? ഇപ്പം നല്ല കോഴിക്കോടൻ അലുവ മുറിച്ച പീടിയെന്ന് ചാണകക്കുഴിയിൽ വീണെങ്കിലും അൻവർ അക്ബർ എന്ന് ബാങ്ക് ഉണ്ടോ? ഇല്ല. എന്താ കാരണം? അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പൂക്കളെ, പുഴുവിനെ, പൂമ്പാറ്റയെ, പൂവാടിയെ, മഞ്ചാടിക്കുരുവിനെ, മൺകൂനയെ, മഹാപർവ്വതങ്ങളെ, ആകാശവീഥിയെ, ആഴക്കടലിനെ, സകലതിനെയും സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാകയാൽ സകലരും പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനോട് മാത്രം. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയമല്ല, പരിശുദ്ധ ഖുർആനാണ്. പടച്ചവനാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ എന്ന് ഇസ്ലാം. അള്ളാഹ്ക്ക് കഴിവ് പോരാ. അബ്ദുറഹിമാനാണ് കരാട്ടയിൽ ബെസ്റ്റ്, ഓൻ 6 ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്, NDF-ന്റെ മണ്ഡലം സെക്രട്ടറിയാണ് മൂപ്പര് എന്ന് SDPI-കാരനും NDF-കാരനും. ഹിന്ദു മത തീവ്രവാദവും ഇങ്ങനെയാ. ഹിന്ദുക്കൾക്ക് പുരാണമുണ്ട്, രാമായണം എന്നാ പറയാ. ഹിന്ദുക്കൾക്ക് ഇതിഹാസ ഗ്രന്ഥമുണ്ട്, മഹാഭാരതം എന്നാ പേര്. ഹിന്ദുക്കൾക്ക് 4 വേദങ്ങളുണ്ട്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം എന്നാ വിളിക്കുക. ഉപനിഷത്തുകൾ 108 ഉണ്ട് എന്നാ ഡോക്ടർ രാധാകൃഷ്ണൻ. 10 പരിഗണിച്ചാൽ മതിയെന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട്. നമ്മൾ പേടിക്കണ്ട, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പഞ്ചാരന്റെ അളവൊന്നല്ലല്ലോ, 4 കൂടിപ്പോയി 3 കുറഞ്ഞു പോയാലും പേടിക്കണ്ട. ഉപപുരാണങ്ങൾ 18 ചിത്രം. ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, വരുണപുരാണം, ഗരുഡപുരാണം, വായുപുരാണം, അഗ്നിപുരാണം. എല്ലോടി പറഞ്ഞ രാവിലത്തെ ബസ്സിനെ പോവാനാവുള്ളൂ. മാർക്കണ്ഡേയ പുരാണാണ് 18. ഹിന്ദുക്കളുടെ മതസംബന്ധമായ പുരാണ പുസ്തകങ്ങൾ അടുക്കി അടുക്കി അട്ടിക്കട്ടിക്ക് വെച്ചാൽ അതിന്റെ അഗ്രം ആകാശത്തെ ചുംബിക്കും. ഹിന്ദു പുരാണ പുസ്തകങ്ങൾ നിരത്തിയോ പരത്തിയോ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ സപ്തസാഗര പരപ്പ് തികയാതെ വരും. അത്രമേൽ വിപുലമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്കുള്ള പുരാണ പുസ്തക സഞ്ചയം. എവിടെയെങ്കിലും പറയുന്നുണ്ടോ പുരാണത്തിൽ ദൈവം മോശാന്ന്? ഇല്ല.
അപൗരുഷേയൻ, അപരിമേയൻ, അനന്തൻ, സർവജ്ഞൻ, സർവവ്യാപി, സർവശക്തൻ. അങ്ങനെയാണ് ഹിന്ദു പുരാണങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദു പുരാണങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പുരാണം അനുസരിച്ച് ദൈവം സർവശക്തനാണ് എന്നാണ്. ശിവപുരാണം ഉണ്ട്, 3-ാമത്തെ പുരാണം, 1123 ശ്ലോകമുണ്ട്. തുടങ്ങണത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ശിവം ഇതം പരമം എന്നാണ്. അവസാനിക്കുന്നത് എങ്ങനെയാ അറിയുന്നത്? ശിവമിതം പരമം എന്ന. അതിന്റെ അർത്ഥം എന്താ? ശിവൻ എണീക്കാൻ വയ്യാന്ന അല്ല. ചുടലഭസ്മധാരിയായ ശിവൻ, പുലിത്തോലുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ശിവൻ, കൊടിയ വിഷം ചീറ്റുന്ന ഭീകര സർപ്പത്തെ കണ്ഠാഭരണമാക്കി മാറ്റാൻ കരുത്തു കാണിച്ച ഭഗവാൻ ശിവൻ, 3-ാം തൃക്കണ്ണ് അരമിനിട്ടു തുറന്നാൽ അണ്ടകടാഹങ്ങളെയും 14 ലോകങ്ങളെയും കത്തിച്ചു ചാമ്പലായി ചാരം കൈവെള്ളയിലെടുത്ത് രുദ്രതാണ്ഡവം നടത്താൻ കഴിയുന്ന കാശി വിശ്വനാഥൻ, വാരാണസിയുടെ അധിപൻ, മഹേശ്വരൻ, മരണദേവൻ, ഉജ്ജ്വലൻ, ഉത്തമൻ, ഉന്നതൻ. ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ ശിവനെ കുറിച്ച് പുരാണത്തിൽ പറയുന്നത്. ഞാൻ 17 വയസ്സുള്ളപ്പം 2-ാം വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിൽ നിർത്തി വായിച്ചതാ അത്. നിങ്ങൾ ആര് വായിച്ചു നോക്കിയാലും അങ്ങനെയാ. പക്ഷെ RSS പറയുന്നത് ശിവൻ ആസ്മയാണ്, കാൽമുട്ടിന് നീരിറങ്ങിയിട്ടുണ്ട്, കഴുത്തിന്റെ വള്ളി ഞെറുമ്പി പോയിട്ടുണ്ട്, ഊരന്റെ ഡിസ്ക് കുഴപ്പമാണ്, അതുകൊണ്ട് ദക്ഷ രമ അർദ്ധ വൃത സംഘ സാവധാൻ. ഒന്നും മനസ്സിലായില്ലല്ലോ. വെട്ടുക, കുത്തുക, ചവിട്ടുക, മാന്തുക, കൊല്ലുക, കുഴിച്ചിടുക, അതാ പറഞ്ഞതിന്റെ മലയാളം. അള്ളാനെ കാക്കാൻ അബ്ദുറഹിമാൻ ആയുധമെടുക്കണം എന്ന CPI, ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന RSS. തെളിഞ്ഞില്ലേ നമ്മള്? പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്നാണ് ഈ പരീക്ഷകൾ പുലമ്പുന്നത്. സഖാക്കളെ, പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്ന് പറയുന്നത് പടച്ചവന്റെ പരമപ്രാമാണികതയെ പരിഹസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രചാരണ നിർവഹണമാണ്. മതബോധത്തിന്റെ, ദൈവചിന്തയുടെ, ഈശ്വരഭയത്തിന്റെ കടുകുമണിയുടെ പകുതിയെങ്കിലും കരളിൽ കാക്കുന്ന ഒരു മതവിശ്വാസിക്കും പ്രിയപ്പെട്ടവരെ മതതീവ്രവാദിയാകാനാവില്ല. അത് നാം തിരിച്ചറിയണം. കാശ്മീരിൽ വെടിവെച്ചവൻ മതതീവ്രവാദിയാണ്, മതവിശ്വാസിയല്ല. അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് 2 മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ അവർ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ്. ഇൻകുലാബ് ഇൻകുലാബ് എന്ന് വിളിക്കണമെന്നുള്ള പൂതി കൊണ്ടല്ല. എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത്? വെടിവെച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ്, അത് മതവുമായി ബന്ധമില്ല. വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ്, മറ്റേത് കുടിലതയുടെ മതമാണ്. അതാ പ്രശ്നം. കാശ്മീരിൽ വെടിവെച്ചവൻ മതതീവ്രവാദിയാണ്, മതവിശ്വാസിയല്ല. അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് 2 മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ അവർ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ്. ഇൻകുലാബ് ഇൻകുലാബ് എന്ന് വിളിക്കണമെന്നുള്ള പൂതി കൊണ്ടല്ല. എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത്? വെടിവെച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ്, അത് മതവുമായി ബന്ധമില്ല. വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ്, മറ്റേത് കുടിലതയുടെ മതമാണ്. അതാ പ്രശ്നം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് CST, ഛത്രപതി ശിവജി ടെർമിനൽ. കുറച്ചു കൊല്ലം മുമ്പ് നല്ല തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചീറ്റപ്പുലിയെ പോലെ ചാടിയിറങ്ങി കയ്യിൽ കരുതിയ AK-47 എന്ന ആധുനിക തോക്കിന്റെ കാഞ്ചിയിൽ കാരുണ്യലവലേശമെന്നെ വിരൽ കൊണ്ട് വലിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പാവം യാത്രികരുടെ അട്ടിവയറും നെഞ്ചകവും നോക്കി നിർത്താതെ നിറയൊഴിച്ച മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന തെമ്മാടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? പട്ടാളക്കാർ അയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ കാരിരുമ്പു ചങ്ങലകളാൽ ബന്ധിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുമ്പം അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു, മിസ്റ്റർ കസബ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അക്ഷോഭ്യനായി ഒരു കൂസലുമില്ലാതെ ആ തെമ്മാടി മതഭീകരവാദി പറഞ്ഞു, ഉണ്ട്, മുത്തഖീനും മുജാഹിദുമായ മുസൽമാനാണ് ഞാൻ, എനിക്കൊന്നിനെയും ഭയമില്ല. എന്താ മുത്തഖീൻ? സത്യവിശ്വാസി. എന്താ മുജാഹിദ്? പടച്ച തമ്പുരാന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ സന്നദ്ധനല്ലാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി, അതാണ് മുജാഹിദ്. സത്യസന്ധനും വിശ്വാസിയുമായ സുധീരനായ മുസൽമാനാണ് ഞാൻ എന്നാണ് അജ്മൽ കസബ് പറഞ്ഞത്. ഈ തിരൂരിലെ, തൃപ്പങ്ങോട്ടെ, ഈ കുരിക്കൽപ്പടിയിലെ സാധാരണ മനുഷ്യരെ, എല്ലാ പാർട്ടിയിലും പെട്ട മനുഷ്യരെ സാക്ഷി നിർത്തി സഖാവ് കുട്ടേട്ടന്റെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, മുഹമ്മദ് അജ്മൽ കസബ് മുസൽമാനാണെങ്കിൽ ഈ ചെങ്കൊടി പാർട്ടി പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെതിരാണ്, കസബിന്റെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട. ഇതാ ഞങ്ങളുടെ നിലപാട്. ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നവനാണ്. 1948 ജനുവരി മാസം 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റുള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന 2 സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട്
പ്രാർത്ഥനയ്ക്കെത്താൻ നേരം വൈകിയതിൽ വേവലാതി പിറുപിറുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അനാരോഗ്യത്തെയും അസുഖത്തെയും പ്രായാധികത്തെയും വകവെക്കാതെ നേരത്തിന് പ്രാർത്ഥനാ മണ്ഡപത്തിലെത്തണമെന്ന വാശിയോടെ ബിർളാ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പതുക്കെ നീട്ടി വലിച്ച് നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ്, നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് കാൽ തൊട്ട് നിവരുമ്പോ അരയിൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന ബരേറ്റ തോക്കെടുത്ത് കാരുണ്യമില്ലാതെ എല്ലിൻകൂട് കെട്ടിയ ശുഷ്കിച്ച മാറിലേക്ക് ബാപ്പുജിയുടെ തിരുനെഞ്ചിലേക്ക് നിർത്താതെ 3 തവണ വെടിയുണ്ട വായിച്ച കവലച്ചട്ടമ്പിയുടെ പേരാണ് RSSന്റെ തെമ്മാടി നാഥുറാം വിനായക ഗോഡ്സെ. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് തൂക്കിലേറ്റാൻ കൊണ്ടുപോയി. തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജയിലധികാരികൾ ചോദിച്ചു, നിനക്ക് എന്താണ് അവസാനത്തെ ആഗ്രഹം? അയാൾ പറഞ്ഞു, എനിക്കൊരു മരണപത്രം തയ്യാറാക്കണം. കടലാസ് എത്തിച്ചു കൊടുത്തു. അമർത്തിപ്പിടിച്ച പേന കൊണ്ട് അയാൾ അവരുടെ അന്ത്യാഭിലാഷം എഴുതി വെച്ചു. കുറെ കാര്യമുണ്ട്, ഞാൻ വിസ്താരഭയത്താൽ വിട്ടുകളയുകയാണ്. തന്റെ അന്ത്യാഭിലാഷ പത്രിക എഴുതി പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ്, ഇപ്പൊ സഖാക്കളൊക്കെ കത്തെഴുതുമ്പം അഭിവാദ്യങ്ങളോടെ, അല്ലാത്തവരാണെങ്കിൽ സസ്നേഹം, വിശ്വസ്തയോടെ, ഉപചാരപൂർവം എന്നൊക്കെ എഴുതില്ലേ നമ്മള്? അങ്ങനെ എഴുതുന്നതിന് പകരം നാഥുറാം വിനായക ഗോഡ്സെ തന്റെ അന്ത്യാഭിലാഷ പത്രിക പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന്റെ മേലെഴുതിയ ഉപചാരവാക്യം ഇങ്ങനെയാണ്: ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക ഗോഡ്സെ എന്ന്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, നാഥുറാം വിനായക ഗോഡ്സെ സനാതന ഹിന്ദുവാണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെങ്കൊടി പ്രസ്ഥാനം ആ ഹിന്ദുത്വത്തിനെതിരാണ്. കാരണം അത് ജന്തുത്വത്തിന്റെ പാർട്ടിയാണ് എന്നതുകൊണ്ട്. ഇതാ ഞങ്ങളുടെ നിലപാട്. ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല. ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം. വാളുകൊണ്ടാണ്, വാക്കുകൊണ്ടല്ല ഇസ്ലാം പ്രചോദിപ്പിക്കപ്പെടേണ്ടത്, പ്രചരിപ്പിക്കപ്പെടേണ്ടത് എന്നെഴുതിയ മനുഷ്യനാണ് അബുൽ ഔല മൗദൂദി. അദ്ദേഹത്തിന്റെ ധാരാളം പുസ്തകമുണ്ട്. ജിഹാദുൽ ഫിൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലാമിൽ, അതാണ് ആ പുസ്തകത്തിന്റെ മലയാളം. അതിൽ അദ്ദേഹം പറയാണ്, 13 വർഷക്കാലം മുത്തുനബി പ്രബോധനങ്ങളാൽ നാട്ടുകാരെ പ്രചോദിപ്പിക്കാൻ നോക്കി, ഒരു ഗുണമുണ്ടായില്ല. അവസാനം അദ്ദേഹം ഗഡ്ഗം എന്ന് പറഞ്ഞ വാള് കയ്യിലെടുത്തു. അതാ അത്ഭുതത്തിന്റെ വേഗതയിൽ ലോകം ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തി. വാക്കുകൊണ്ടല്ല, വാളുകൊണ്ടാണ് ഇസ്ലാമിനെ വളർത്തേണ്ടത് എന്ന് ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇപ്പറഞ്ഞ ചങ്ങാതി പറയാണ് അബുൽ ഔല മൗദൂദി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകമാണ് മുർത്തദ് കി ശസാ ഇസ്ലാമി ഖാനൂൻ മേം. ഉറുദുവിൽ നിന്ന് മലയാളത്തിലാക്കിയാൽ മുർത്തദാക്കപ്പെട്ട മനുഷ്യന് ഇസ്ലാം നൽകുന്ന ശിക്ഷാവിധി എന്നാണ് മലയാളം. മുർത്തദ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ എന്നർത്ഥം. മതം ഉപേക്ഷിച്ചവന് ഇസ്ലാം എന്തു നൽകണം ശിക്ഷയായി എന്ന് വിശദീകരിക്കുന്നിടത്ത് മുർത്തദ് കി ശസാ ഇസ്ലാമി ഖാനൂൻ മേം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, 4 ആളു കാണുകെ മതമുപേക്ഷിച്ചവനെ നാൽക്കവലയിൽ നിർത്തി തല കല്ലെറിഞ്ഞു ഛേദിക്കലാണ് അള്ളാഹുവിങ്കൽ അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി. നോക്കണങ്ങള്, ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും അരനിമിഷം കൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്തു ചേർക്കാൻ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന് കഴിയുമെന്നിരിക്കെ അങ്ങനെ ചേരാത്തവരോട് പ്രകോപനം പറയാൻ നിനക്കെന്ത് അധികാരമെന്ന് മുത്തുനബിയോട് ചോദിച്ചവനാണ് പരമകാരുണികനും സർവശക്തനുമായ ഇസ്ലാമിന് പരിചയമുള്ള ഞങ്ങളെല്ലാം പരിചയപ്പെട്ട അള്ളാഹു. പക്ഷെ ഇസ്ലാമിക ഭീകരവാദികൾ അങ്ങനെയല്ല പറയണത്. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, അങ്ങനെയാണ്. ലക്കും ദീനുക്കും വലിയുദ്ദീൻ, അങ്ങനെയാ ഇസ്ലാമിന്റെ വചനം. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. നിന്നെ ഏൽപ്പിച്ച ചുമതല പ്രവാചകനായിട്ടാണ്, പ്രബോധകനായിട്ടാണ്, പ്രകോപനം നടത്താനല്ല. മുത്തുനബിയുടെ വാചകാണ്. ഈറാഗോയിൽ തപസ്സിരിക്കുന്ന അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ മനതാരിലേക്ക് പടച്ചവന്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ട ജബരിയേൽ എന്ന മലക്ക് എത്തിച്ചു കൊടുത്തതനുസരിച്ച് ലോകത്തോട് അവതീർണമാക്കപ്പെട്ട കൽപ്പനകൾ നമ്മുടെ നാട്ടിൽ വായിക്കാൻ കിട്ടുന്നതാണ്, പഠിപ്പിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ ഇസ്ലാമിക മത തീവ്രവാദ പ്രസ്ഥാനത്തിന് വളവും വെള്ളവും ഒരുക്കുന്ന, തട്ടകം കെട്ടിക്കൊടുക്കുന്ന ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദ പ്രസ്ഥാനം അതൊന്നും സ്വീകരിക്കാനേ തയ്യാറല്ല. ഇസ്ലാം എവിടെയാണ് മതരാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞത്? എവിടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലോകത്തിലെ ഇസ്ലാമിക മതപണ്ഡിതന്മാരോട് സത്യസന്ധമായി സംവദിച്ചാൽ അറിയാം, ഇസ്ലാം മതരാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല, അധികാരത്തെക്കുറിച്ച് അവലോകനം ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ എവിടെയാണ് അധികാരത്തേക്ക് ആളെ കയറ്റാൻ വ്യവസ്ഥ? ഇസ്ലാമിൽ എവിടെയാണ് അധികാരത്തിൽ നിന്നും ആളെ ഇറക്കാൻ വ്യവസ്ഥ? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖിന് അധികാരത്തിലേറ്റിയത് ഖുർആൻ ഓതിയിട്ട അല്ല. അന്ത്യപ്രവാചകനായ തിരുനബി ദീർഘകാലം രോഗശൈലിയിൽ കിടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആയിരക്കണക്കിന് മതവിശ്വാസികൾക്ക് ഇമാം നിന്നു, നിസ്കാര നേതൃത്വം വഹിച്ചു എന്നത് കണക്കിലെടുത്താണ് അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ നിർദ്ദേശമനുസരിച്ച് അബൂബക്കർ സിദ്ദീഖിന് ഒന്നാമത്തെ ഖലീഫയാക്കിയത്. ഖുർആൻ ഓതിയിട്ടല്ല. രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബാണ്.
ഉമർ ഖത്താബിനെ അധികാരത്തിൽ അവരോധിച്ചത് ഖുർആനിക വചനങ്ങളെ ആസ്പദിച്ചല്ല, കരപ്രമാണിമാരുമായി ചർച്ച നടത്തി ഒരു ഏകോപനത്തിലെത്തിയിട്ട. അധികാരത്തിൽ ആളെ കയറ്റാൻ ഇസ്ലാം